ഹായ് മക്കളെ, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ഇക്കായി തീൻ ആദ്യ പാഠഭാഗമായ വെങ്കടേഷ് മാഡ്ഗുൾക്കർ എഴുതിയ ഒരു ചെറുകഥ നംഗൈ പൈർ ആണ്. പ്രമുഖ മറാഠി സാഹിത്യകാരനായ വെങ്കടേഷ് മാഡ്ഗുൾക്കർ ഗ്രാമീണ തനിമയോടെ കൃതികൾ രചിക്കുന്നതിൽ അഗ്രഗണ്യനാണ്. 8 നോവലുകളും 200-ലധികം കഥകളും 40-ൽ-അധികം തിരക്കഥകളും അനേകം നാടോടി നാടകങ്ങളും യാത്രാ വിവരണങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഇദ്ദേഹത്തിൻ്റെ രചനാലോകം. ഇദ്ദേഹത്തിൻ്റെ ബഹുചർച്ചിതമായ ഒരു ചെറിയ കഥയാണ് നംഗൈ പൈർ. അവശതകളിലും അഭാവങ്ങളിലും ജീവിക്കുമ്പോഴും മറ്റുള്ളവരുടെ യാതനയും വേദനയും അറിയാനും യഥാവിധി സഹായിക്കാനും മനസ്സുള്ള ഒരു പെൺകുട്ടിയുടെയും മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മാഭിമാനം അടിയറ വയ്ക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പോസ്റ്റ്മാൻ്റെയും കഥയാണ് നംഗൈ പൈർ. അതുകൊണ്ട് തന്നെ ഈ കഥ കാലിക പ്രസക്തിയുള്ളതായി മാറുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ദോപഹർ കാ സമയ ഥാ. സമയം ഉച്ച സമയമാണ്. ബേബി अपने पलंग पर बैठी खिड़की से बाहर देख रही थी. ഇവിടുത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ബേബി. ബേബി എന്ന പെൺകുട്ടി അപ്നെ പലങ്ക് പേർ തൻ്റെ കട്ടിലിൽ, ബൈഠി ഖിഡ്കി സേ തൻ്റെ കട്ടിലിൽ ഇരുന്നു കൊണ്ട്, ഖിഡ്കി സേ ബാഹർ ദേഖ് രഹി ഥി ജനാലയിലൂടെ, ഖിഡ്കി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. बीच हॉल में रखे रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे. ബീച്ച് ഹാൾമേയും, ഹാളിൻ്റെ നടുവിലായി രഖേ വെച്ചിട്ടുള്ള റേഡിയോമേയും, റേഡിയോയിൽ നിന്ന് 12:30 ബജേക്ക്, 12:30 12:30 മണിക്കുള്ള റിക്കോർഡ് ബജ് രഹേ ഥേ പഴയ കാലത്ത് റേഡിയോയെ ആശ്രയിക്കുന്ന ഒരു സമയം ആയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് റേഡിയോയിൽ ചലച്ചിത്രഗാനങ്ങളും മറ്റും അവതരിപ്പിക്കുമായിരുന്നു. അത് 12:30 മണിക്ക് ആയിരുന്നു. സ്ഥിരമായി കേൾക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ശാന്ത് മാഹൗൾമേയും ഗീതോം കെ സുര് ഗൂഞ്ച് രഹേ ഥേ. ശാന്ത് മാഹൗൾമേയും, ശാന്തമായ അന്തരീക്ഷത്തിൽ, ഗീതോം കെ സുര് ഗീതങ്ങളുടെ സ്വരം, ഗൂഞ്ച് രഹേ ഥേ മുഴങ്ങി നിന്നിരുന്നു. സാമനേക്ക ബന്ദ് ഫാടക് ഖോൽക്ക് പോസ്റ്റ്മാൻ പീതർ ആയ. സാമനേക്ക മുന്നിലുള്ള, ബന്ദ് ഫാടക് കവാടം, വാതിൽ, ഗേറ്റ്, അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റ്, ഖോൽക്കർ തുറന്നുകൊണ്ട്, പോസ്റ്റ്മാൻ ഭീതറായ, പോസ്റ്റ്മാൻ ഉള്ളിലേക്ക് വന്നു, അകത്തേക്ക് വന്നു. ഭീതർ ഓപ്പോസിറ്റ് ബാഹർ. അഹാത്തേക്ക് ബജ്രി പർ, അഹാത്ത വീട്ടുവളപ്പ് എന്നും പുരയിടമെന്നും ഒക്കെ അർത്ഥമുണ്ട്. ഇവിടെ അഹാത്തേക്ക് ബജ്രി പർ വീട്ടുവളപ്പിലെ, ബജ്രി ചരലിൽ, ഉസ്കി ആഹട്ട് അയാളുടെ, ആഹട്ട് ശബ്ദം, അയാൾ നടന്നു വരുന്ന ശബ്ദം, സുനായിരി കേൾക്കാമായിരുന്നു. പോസ്റ്റ്മാൻ കി ആവാസ് പോസ്റ്റ്മാൻ്റെ ശബ്ദം, ഉസ്കെ കാനോമയായി അയാളുടെ ചെവികളിലേക്ക് എത്തി. ഫർഷ് തറ, സെമീൻ. പേർ എന്നാൽ ഫർഷ് പേർ തറയിൽ, ഫ്ലോറിൽ. ഡാക്ക് കെ ഗിർനെ കി ആവാസ് തപാൽ ഉരുപ്പടികൾ, തപാൽ ഉരുപ്പടികൾ, കത്തും മറ്റ് പോസ്റ്റൽ സാധനങ്ങളും. ഡാക്ക് കെ ഗിർനേക്ക്, ഗിർന വീഴുക, ഈ തറയിലേക്ക് തൻ്റെ കയ്യിലുള്ള കത്തുകളും മറ്റ് ബുക്ക് പോസ്റ്റുകളും തപാൽ ഉരുപ്പടികളും ഒന്നും, ഗിർനേക്ക് ആവാസ് വീഴുന്ന ആവാസ് ശബ്ദം, സൗണ്ട്, സുനായി നഹീദി കേട്ടിരുന്നില്ല. ബേബി പീച്ചേ മുടി, ബേബി പിന്നിലേക്ക് തിരിഞ്ഞു. സംഭൽക്കർ പലങ്ക് സേവുതരി, സംഭൽക്കറിനെ നിയന്ത്രിക്കുക, വളരെ കൺട്രോൾ ചെയ്തുകൊണ്ട് കട്ടിലിൽ നിന്നും ഇറങ്ങി ഉതരി. പേർ ബൈസാക്കിയോം കെ സഹാരേ, ബൈസാക്കി ഊന്നുവടി,
പിന്നീട് ഊന്നുവടിയുടെ സഹായത്തോടെ ഏക് ഏക് കദം, ഓരോ കദം ചുവട്, ഓരോ ചുവട് ചൽക്കർ, നടന്ന് ദർവാസേ തക്ക് ആയി, ഓരോ ചുവട് വെച്ച് ദർവാസേ തക്ക് ആയി, വാതിലിൻ്റെ അടുത്തുവരെ എത്തി. ബന്ദ് ദർവാസ, അടഞ്ഞു കിടന്നിരുന്ന വാതിൽ, ഖോൽനേമേം, തുറക്കുന്നതിൽ, ഉസേ ഉസ്കോ, അവൾക്ക്, ധോടാ സമയ ലഗ, അവൾക്ക് അല്പം സമയം വേണമായിരുന്നു, അവൾ തുറക്കാൻ അല്പസമയമെടുത്തു. ദർവാസോം സേ ബാഹർ, വാതിലിന് പുറകിലും, അവർ ഹാൾ കോ പാർക്കർ, വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഹാളിൽ പ്രവേശിച്ച് ഹാളിലൂടെ പാർക്കർന, തരണം ചെയ്യുക, ഹാൾ തരണം ചെയ്ത്, അതായത് ഹാളിലൂടെ നടന്ന് ആകെ ആനേമേയും മുന്നോട്ട് വരാൻ ദേർലഗി, അവൾ അല്പം സമയമെടുത്തു. വ ദർവാസേ പർ പൗഞ്ചി, അങ്ങനെ അവൾ ആ വാതിൽക്കൽ എത്തി. വഹാം ഹാത്തുമേയും ഡാക്കിലിയെ, അവിടെ കയ്യിൽ ഡാക്കിലിയെ, തപാലുരുപ്പടികളുമായി അത് വഹിച്ചുകൊണ്ട് പോസ്റ്റ്മാൻ ഘടാധ, പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഫർഷ് പേർ ഡാക്ക് ഫേങ്ക് കേർ അഭി ഗയാനഹീന്ത, ഫർഷ് പേർ, ഫ്ലോറിലെ തറയിൽ, ഡാക്ക് ഫേങ്ക് കേർ, താനീ ഡാക്കുകൾ, ഫേങ്ക് കേർ, എറിഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ട്, അഭി ഗയാ നഹീന്ത, അയാൾ ഇപ്പോഴും പോയിട്ടില്ല. ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ബേബിയുടെ ദയനീയമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. അവൾക്ക് വാതിൽ തുറന്ന് തൻ്റെ പുറത്ത് പോസ്റ്റ്മാൻ്റെ അടുക്കൽ എത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവളൊരു വികലാംഗയാണ്. അവൾ ഊന്നുവടിയുടെ സഹായത്തോടു കൂടി മാത്രമേ അവിടെ എത്താൻ കഴിയുന്നുള്ളൂ. സീറ്റിയോങ്കെ ഊപ്പർ ഹോക്കർ, സീറ്റി പടവുകൾ, സീറ്റിയോങ്കെ ഊപ്പർ ഹോക്കർ, പടവുകളുടെ മുകളിലൂടെ, ഉസ്നെ ഹാത്ത് ബടായ, കൈകൾ നീട്ടി, ഉസ്നെ ധ്യാൻ ദിയാക്കി, അവൾ ധ്യാൻ, ശ്രദ്ധ, അവൾ ശ്രദ്ധിച്ചു. എന്താണ് ശ്രദ്ധിച്ചത്? ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹേ, ഇന്ന് മറ്റൊരു പോസ്റ്റ്മാനാണ്. സദാക്ക വഹ് ധാടിവാല പോസ്റ്റ്മാൻ നഹി ഹേ, സദാക്ക, എന്നുമുള്ള, എന്നും കത്തുകൊണ്ടുവരാറുള്ള, ധാടിവാല പോസ്റ്റ്മാൻ, ധാടിയുള്ള പോസ്റ്റ്മാൻ അല്ല ഇന്ന് വന്നിട്ടുള്ളത്. ബച്ചോം കൈസേ ചേഹരേവാല, കുട്ടികളെപ്പോലെ ചേഹരേവാല, മുഖമുള്ള, യഹ് നയാ പോസ്റ്റ്മാൻ ഹേ, ഒരു പുതിയ പോസ്റ്റ്മാനാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്, പഴയ പോസ്റ്റ്മാനും പുതിയ പോസ്റ്റ്മാനും തമ്മിലുള്ള വ്യത്യാസം. പഴയ പോസ്റ്റ്മാന് ധാടിയുള്ളയാളാണ്, പുതിയ പോസ്റ്റ്മാൻ കുട്ടികളെപ്പോലെ മുഖമുള്ള, ബാല്യം മാറാത്ത ഒരാളാണ്. ഉസ്നെ, ആ പോസ്റ്റ്മാൻ, ഏക് നസർ, ഒരു ദൃഷ്ടി, ബേബിക്ക് പൈരോങ്കി ഓർ ദേഖ, ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. ആ പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകളിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. കുസേ ഉസ്കോ, അയാൾക്ക് ഷായത് ധക്ക സാലക, അയാൾ ഒരു പക്ഷേ ഒരു നടുക്കത്തോടെയാണ് അത് കണ്ടത്. അയാൾ സ്തംഭിച്ചുപോയി. ഉസ്നെ ഡാക്ക് ബേബിക്ക് ഹാത്തുമേ ദേദി, അയാൾ തപാലുരുപ്പടികൾ ബേബിയുടെ കൈകളിലേക്ക് കൊടുത്തു. ബൂട്ടേ പോസ്റ്റ്മാൻ കി തരഹ്, ആ പഴയ ആ പ്രായം ചെന്ന പോസ്റ്റ്മാനെ പോലെ, ഇസ് പോസ്റ്റ്മാനെ, ഈ പോസ്റ്റ്മാൻ, ഉസ്സേ, അവളോട് കൊയ് ബാത്തിനേക്ക്, ഒരു കാര്യവും പറഞ്ഞില്ല, ബാത്തേം കർണ, കാര്യം പറയുക, മാം കെ ഹാത്തുമേയും, അമ്മയുടെ കയ്യിൽ, ഡാക്ക് ദേക്കർ, കത്ത് കൊടുത്തിട്ട്, ബേബി പീച്ചേക്ക് ഓർ മുടി, ബേബി പിന്നിലേക്ക് തിരിഞ്ഞു, പീച്ചേക്ക് ഓർ മുടിന, പിന്നിലേക്ക് തിരിയുക. അവർ ബഡി കുർസി പർ ബൈഠ്കർ, എന്നിട്ട് ബഡി കുർസി പർ ബൈഠ്കർ, ആ വലിയ കസേരയിൽ ഇരുന്നിട്ട് ബോലി, എന്താണ് പറഞ്ഞത്? മാം ആജ് കാ പോസ്റ്റ്മാൻ നയാഥ മേ, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയ ആളാണ് അല്ലേ? അതിന് അമ്മ എന്താണ് മറുപടി കൊടുത്തത്? തോ ഇസ്മേ ആശ്ചര്യക്ക് കോൻസി ബാത്ത് ഹേ, അതിൽ അതിശയത്തിൻ്റെ കാര്യം എന്താണ്? ബദൽ ഗയാ ഹോഗ, മാറിയിട്ടുണ്ടാകും. ബേബി കി മാംനെ ബാലമിത്രക നയ അങ്ക്, ബേബിയുടെ അമ്മ ബാലമിത്രം മാസികയുടെ പുതിയ ലക്കം ബേബിക്ക് അഞ്ചലുമേയും, ബേബിയുടെ മടിയിലേക്ക് രേഖ വെച്ചു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ, പിന്നീട് റേഡിയോ നിർത്തിയിട്ട് വഹ് അപ്പനെ കമരയമേയും ചലിയുകയും, അവരുടെ മുറിയിലേക്ക് അമ്മ പോയി.
दोपहर में बेबी को हमेशा अकेलापन लगता. दोपहर ഉച്ച, നൂൺ. दोपहर में ഉച്ച സമയത്ത് ബേബിക്ക് ഹമേഷ സാധാരണയായി അകേലാപ്പൻ ലോൺലിനെസ് ഏകാന്തത അനുഭവപ്പെടാറുണ്ടായിരുന്നു. വഹ് കിസ്കെ സാത്ത് ബാത്ത് കരെ, അവൾ ആരോട് കാര്യം പറയും? കിസ്കെ സാത്ത് ഹസേ, ആരോട് ചിരിക്കും? യഹ് പ്രശ്ന സദാ ഹി ബനാരഹത്ത, ഇത് എന്ന് നിലനിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അവൾക്ക് ആരോടും സംസാരിക്കാനും പറയാനും ചിരിക്കാനും ഇല്ല. എയ്സേ ഹി സമയമേ, അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും, ഏകാന്തമായി അങ്ങനെ ഇരിക്കുന്ന, ആരോടും സംസാരിക്കാനും ഒന്നുമില്ലാതിരിക്കുന്ന സമയത്താണ് ബൂഠ പോസ്റ്റ്മാൻ ആകയാകർത്ത, ആ പഴയ പോസ്റ്റ്മാൻ വരാറുള്ളത്. ഹമേഷ ഹി ജൽദീമേ രഹിത, അയാൾ എപ്പോഴും ജൽദീമേ രഹിത, നല്ല തിരക്കിലായിരിക്കും. ഫിർഫി, എന്നിരുന്നാലും കഭി കഭി കിഡ്കി തക്ക് ജാക്കർ ഡാക്ക് ദേത്ത, എന്നിരുന്നാലും ആ ജനാലയുടെ അടുത്ത് വരെ ചെന്ന് ഈ ഡാക്ക് തപാലുരുപ്പിടികൾ കൊടുക്കാറുണ്ട്. കൊയ്യിനെ കൊയ് പരിചിത് ആയാ ദേക്കുകർ ബേബിക്കോ അച്ചാലിക്ത, കൊയ്യിനെ കൊയ്യ് ആരെയെങ്കിലും, പരിചിത് ആയാ ദേക്കുകർ പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ ബേബിക്കോ അച്ചാലിക്ത, ബേബിക്ക് സന്തോഷം, നല്ലതായി തോന്നാറുണ്ട്, സന്തോഷം തോന്നാറുണ്ട്. ഇസ്കേ ബാദ് തീസരേ ദിൻ ഫിർ പോസ്റ്റ്മാൻ കി ആവാസ് ആയി, ഇതിനുശേഷം മൂന്നാമത്തെ ദിവസം വീണ്ടും പോസ്റ്റ്മാൻ്റെ ശബ്ദം കേട്ടു. ഡാക്ക് ഗിർനേക്ക് ആവാസ് നഹി സുനായി ദി, കത്ത് വീഴുന്ന, ഡാക്ക് വീഴുന്ന ശബ്ദം കേട്ടില്ല. ആവാസ് സൗണ്ട്. ചൽത്തി ഹുയി ബേബി അഹാത്തേമയായി, ബേബി ആ വീട്ടുവളപ്പിലേക്ക് പുരയിടത്തിലേക്ക് നടന്നു വന്നു. പോസ്റ്റ്മാൻ അഭി കടാഥ, പോസ്റ്റ്മാൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ബേബിക്ക് ഓർ ദേക്ക് ബഹുമുസ്കിരായ, ബേബിയെ കണ്ട് അയാൾ പുഞ്ചിരിച്ചു. ബേബി ഭി ഹസി, ബേബിയും ചിരിച്ചു. ഡാക്കിലേക്ക് ബേബീനെ പൂച്ച, കത്ത് വാങ്ങിക്കൊണ്ട് ബേബി ചോദിച്ചു, ക്യാ തും നയേ പോസ്റ്റ്മാൻ ഹോ, നിങ്ങൾ പുതിയ പോസ്റ്റ്മാനാണ് അല്ലേ? ജി ഹാം, അതെ. ഡാക്ക് ഭേങ്ക് തും ചലേ ജായ കരു, ഈ തപാലുരുപ്പടികൾ കത്തുകളും മറ്റും ഭേങ്കിനെ എറിയുക, എറിഞ്ഞിട്ട് തും ചലേ ജായ കരു, താങ്കൾ ഇനി എറിഞ്ഞിട്ട് പൊയ്ക്കോളൂ. മുച്ചേ ആനേമയും ദേർ ലക്തി ഹേ, എനിക്ക് വന്നിതെടുക്കാൻ കുറേ സമയമെടുക്കും. പോസ്റ്റ്മാനെ ബേബിക്ക് പൈരോങ്കി ഓർ ദേഖ, പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. ഓർ ദേർ തക്ക് മൗൻ രഹ, കുറേ നേരത്തേക്ക് മൗനമായി നിന്നു. ഇസ് ലഡ്കിക്കോ ഭഗവാനെ പൈർ ക്യോം നഹി ദിയേ, ഈ കുട്ടിക്ക് ഭഗവാൻ എന്തുകൊണ്ടാണ് കാല് കൊടുക്കാതിരുന്നത്? ഈസാ ഷായത് ഉസേ ലഗാ ഹോഗ, ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിരിക്കാം. വ കുച്ച് ബോല നഹീം, ഒന്നും പറഞ്ഞില്ല. പർ ഉസ്കി ആങ്കോം സേ കുച്ച് യഹി ഭാവ് ചൽക്ക, എന്നാൽ അയാളുടെ കണ്ണുകളിൽ നിന്ന് ഈ ഭാവം നമുക്ക് കാണാമായിരുന്നു, തെളിഞ്ഞിരുന്നു. ഉസിനെ ബഹുത്ത് ഹി കോമൾ, വളരെ കോമളതയോടും, തഥാ ദബി ആവാസ്മയും, ദബി പതിഞ്ഞ, അമർന്ന, ദബി ആവാസ്മയും പതിഞ്ഞ ശബ്ദത്തിൽ കഹ പറഞ്ഞു, ലഗിനേതോ ബഹിൻ, വൈകിക്കോട്ടെ ബഹിൻ, പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ്കി ഡാക്ക് കോ ജിസ് തിസ്കെ ഹാത്മേം സൗംബിനെ കാ ഹെ. പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ജിസ് തിസ്കി ഡാക്ക് കോ, ആരുടെ കത്താണോ, ജിസ് തിസ്കെ ഹാത്മേം, അവരുടെ കയ്യിൽ, സൗംബിനെ കാ ഹെ, സൗംബിന ഏൽപ്പിക്കുക. ആരുടെ പേരിൽ വരുന്ന തപാലാണോ അത് യഥാർത്ഥ ആളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുക എന്നുള്ളതാണ്. അഹാത്തേമേയും ഭേങ്കിനേക്കാനഹേയും, അല്ലാതെ വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞ് ഇട്ടിട്ട് പോകുക അല്ല. ഇവിടെ നമുക്ക് പോസ്റ്റ്മാൻ്റെ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. തൻ്റെ തൊഴിലിൽ ആത്മാർത്ഥതയും കൂറും പുലർത്തുന്ന ഒരു നല്ല ജീവനക്കാരനാണ് ഈ വഹ് ബോൽ രഹാഥ, അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. തബ് ബേബിനെ ഉസ്കെ പൈരൂങ്കി ഓർദേക്ക, അപ്പോൾ ബേബി തൻ്റെ കാലുകളിലേക്ക് നോക്കി. കിത്നെ മസ്ബൂത്ത്, എത്രമാത്രം ഉറപ്പുള്ളതും, ഔർ ഗോൾ
നല്ല ഉരുണ്ടതും തടിച്ച് കൊഴുത്തതും തടിച്ചുരുണ്ടതും. ഇസ് പോസ്റ്റ്മാൻ കെ പൈർ കിത്നെ അച്ഛേ ഥേ, ഈ പോസ്റ്റ്മാൻ്റെ കാലുകൾ എത്ര സുന്ദരമാണ്. നല്ല കൊഴുത്ത്, ബലമുള്ള കൊഴുത്തുരുണ്ട കാലുകൾ എത്ര സുന്ദരമാണ്. അച്ചാനക് ബേബി കെ ധ്യാൻമേയും ആയാക്കി യേ അച്ഛേ പൈർ നംഗേ ഹേ. പെട്ടെന്ന് അച്ചാനക് ബേബി കെ ധ്യാൻ, ബേബിയുടെ ശ്രദ്ധ ആയാക്കി വന്നു. എവിടേക്കാണ്? അച്ഛേ പൈർ നംഗേ ഹേ, ആ സുന്ദരമായ നല്ല കാലുകൾ നംഗേ ഹേ, നഗ്നമാണ്. ഇസ്നെ പൈരോമേ കുച്ച് പഹ്നാ ക്യോം നഹീം, എന്തുകൊണ്ടാണ് ഇയാൾ തൻ്റെ കാലുകളിൽ ഒന്നും ധരിക്കാത്തത്, ചെരുപ്പ് ധരിക്കാത്തത് എന്തുകൊണ്ടാണ്? പോസ്റ്റ്മാൻ ലൗട്ട് ഗയ, പോസ്റ്റ്മാൻ മടങ്ങിപ്പോയി. സുന്ദര പഗ് ധർത്തേ ഹുയേ, സുന്ദരമായ കാലടികൾ വെച്ചുകൊണ്ട് ചലാഗയ പോയി. ബേബിനെ സോച്ചാക്കി ബേബി ചിന്തിച്ചു. കഥാചിത്, ഒരു പക്ഷേ ഉസ്കെ ജൂത്തെ ഭട്ട് ഗയേ ഹോങ്കെ, അയാളുടെ ചെരുപ്പുകൾ, ജൂത്തെ ചെരുപ്പുകൾ ഭട്ട് ഗയേ ഹോങ്കെ, പൊട്ടിപ്പോയതായിരിക്കാം. വേ മർമ്മത്ത് ഹോക്ക് ആത്തേ ഹോങ്കെ, ഇയാൾ മർമ്മത്ത് ഹോന റിപ്പയർ ചെയ്യുക, റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ട് വന്നതായിരിക്കാം. ധോടെ ദേർ കേലിയേ ഹി സഹി, അല്പനേരത്തേക്കാണെങ്കിലും വേണ്ടില്ല. ഇസ് തർക്ക് സേ ബേബിക്കോ അച്ചാലിക്ത ലഗ, ഈ സംശയം ബേബിക്ക് നല്ലതായി തോന്നി, സുഖകരമായി തോന്നി. ഡാക്ക് ലേക്കർ ബഹു കുർസി പർ ബൈറ്റ് ഗയി, കത്തുകളും തപാലുരുപ്പിടികളും എടുത്തുകൊണ്ട് അവൾ കുർസിയിൽ, കസേരയിൽ ഇരുന്നു. പോസ്റ്റ്മാൻ കെ നംഗേ പൈർ, പോസ്റ്റ്മാൻ്റെ ആ നഗ്നമായ കാലുകൾ, ഉസ്കെ മനസ്സേ, അവളുടെ മനസ്സിൽ നിന്ന് ധീരെ ധീരെ ചലേഗയെ, മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ മാഞ്ഞുപോയി. ജാടാഗയ, മഞ്ഞുകാലം പോയി. അവർ ഗർമിയായി. വേനൽക്കാലം, ചൂടുകാലം വന്നു. ധൂപ്പ് കുച്ച് തേസ് പട്നെ ലഗി ഥി, വെയിൽ, ധൂപ്പ് വെയിൽ, വെയിൽ അത്യുച്ഛത്തിലായി. കോൽത്താർ കി സട്കെ, കോൽത്താർ ടാർ, കോൽത്താർ കി സട്കെ, ടാറിട്ട റോഡുകൾ, തപ്നെ ലഗീഥി, ചൂട് പിടിച്ച് ഉരുവിക്കിടക്കാൻ തുടങ്ങി. പർ പോസ്റ്റ്മാനായ, പക്ഷേ പോസ്റ്റ്മാൻ വന്നു. ഉസ്കെ പാസ് ചാത്ത നഹീം, ആ പൊരിഞ്ഞ വെയിലത്ത് വരുമ്പോൾ അയാളുടെ പക്കൽ ചാത്ത, ഛത്രി, കുട, അംബ്രല്ല, കുടയില്ല. സൈക്കിൾ നഹീം, അയാൾക്ക് സൈക്കിളുമില്ല. അവർ ജൂത്ത ഭീ നഹീം ഥാ, അയാൾക്ക് ചെരുപ്പുമില്ല. സൈക്കിളില്ല, കുടയില്ല, ചെരുപ്പില്ല. ധൂപ്പ് സേ, വെയിലിലൂടെ, ഉസ്കാ ചേഹര ലാൽ പീലാ ഹോത്ത, അങ്ങ് ചുവന്ന് മഞ്ഞ നിറത്തിലായി തുടുത്തു. വെയിൽ കൊണ്ട് ചൂടടിച്ച് ഇയാളുടെ മുഖം ചുവന്ന് തുടുത്തു. പസീനേസേ, വിയർപ്പ് കൊണ്ട്, ഉസ്കി കമീസ്, അയാളുടെ കുപ്പായം, പീഡ്സേ, മുതുകത്ത്, ചിപ്കി രഹി, ഒട്ടിപ്പിടിച്ചിരുന്നു. സൂഖേ അധരോംബർ, ആ ഉണങ്ങി വരണ്ട അധരോംബർ, ചുണ്ടുകളിൽ, വഹ് ജബാൻ ഭിരാക്കർ, അയാൾ നാക്ക്, ഭിരാന ഓടിക്കുക, ചുറ്റിക്കറക്കുക, നാക്ക് കൊണ്ട് ആ ചുണ്ട് നനച്ച്, ലജീലി ഹസി ഹസ്ത, നാണത്തോടുകൂടി, ലജീലി ലജ്ജ കലർന്ന, ഹസി ഹസ്ത ഒരു ചിരിച്ചിരിച്ചു. അവർ ഡാക്ക് ദേക്കർ ലൗഡ് ജാത്ത, ആ കത്തുകളും കൊടുത്തിട്ട് മടങ്ങിപ്പോയി. ധൂപ്പ് സേ ജൽത്തേ നംഗേ പൈർ ഘൂമുത്താരഹത്ത, ആ വെയിൽ നല്ല രീതിയിൽ കത്തിജ്വലിക്കുകയായിരുന്നു. നംഗേ പൈർ, അവൻ്റെ ആ നഗ്നമായ കാലുകൾ, ഘൂമുത്താരഹത്ത, ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു, നടന്നുകൊണ്ടേയിരുന്നു. ഉസ്നെ മാം സെ പൂച്ച, അവൾ അമ്മയോട് ചോദിച്ചു. മാം, വ പോസ്റ്റ്മാൻ നംഗേ പൈർ ഹി ക്യോം ഘൂംതാ ഹേ, അമ്മേ, ആ പോസ്റ്റ്മാൻ എന്തുകൊണ്ടാണ് ചെരുപ്പിടാത്ത നഗ്നമായ ആ കാലുകൾ കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ ഈ കത്തുകൾ തൻ്റെ ജോലി ചെയ്യുന്നത്? മാംനെ കഹ, അമ്മ എന്താണ് പറഞ്ഞത്? മാംനെ കഹ ചൈൻസെ കൊയ് നംഗേ പൈർ ഘൂമേക ബേട്ടി, അമ്മ എന്താ പറഞ്ഞത്? സ്വസ്ഥതയോടുകൂടി ആരെങ്കിലും ചെരുപ്പിടാതെ നടക്കുമോ മോളെ? കാരണം എന്താണ്? ഒരാൾ വെറുതെ ചെരുപ്പിടാതെ നടക്കില്ലല്ലോ. ചെരുപ്പിടാതെ നടക്കണമെങ്കിൽ അയാൾക്ക് ചെരുപ്പ് കാണില്ല, വിശേഷിച്ചും ഈ ചൂട് സമയത്ത്.
പൈരോമേ ഡാലിനെ കെയിലിയെ ഉസ്സേ മിൽത്ത ന ഹോഗ. കാലിലിടാൻ അയാൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാകില്ല, അയാൾക്ക് കാണില്ല. ബേബിനെ മൻഹീമൻ നിശ്ചയിക്കിയാക്കി. ബേബി മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചു. എന്താണ്? വഹ് ഉസ് പോസ്റ്റ്മാൻ കോ നംഗേ പേർ ചലനേ നഹീ ദേഗി. ഈ പോസ്റ്റ്മാനെ നഗ്നപാദത്തോടെ നടക്കാൻ ഞാൻ അനുവദിക്കില്ല. വഹ് തൈ കർത്തേഹി. തൈ കർണ തീരുമാനിക്കുക, നിശ്ചയിക്കുക, ഫിക്സ് ചെയ്യുക. അവൾ ആ ഒരു തീരുമാനമെടുത്തപ്പോൾ തന്നെ ഉസേ സുഖദ് അനുഭൂതി ഹുയി. അവൾക്ക് സുഖകരമായ ഒരു അനുഭൂതി ഉണ്ടായി. ഹമേശ ആനേവാല മോച്ചി. മോച്ചി ചെരുപ്പ് കുത്തി. ഹമേശ ആനേവാല മിക്കവാറും വരാറുള്ള ആ ചെരുപ്പ് കുത്തി. ജബ് ഘർ ആയ തബ് ബേബീനെ ഉസേ പാസ് ബുലായ. വീട്ടിൽ വന്നപ്പോൾ ബേബി അടുത്തേക്ക് വിളിച്ചു. അവർ 5 റുപ്പയ ഉസ്കെ ഹാത്ത് മേം ദേക്കർ 5 രൂപ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ധീമി ആവാസമേം പതിഞ്ഞ സൗണ്ടിൽ സ്വരത്തിൽ കഹ പറഞ്ഞു. എന്താണ്? ഉച്ചേ ഇസ്കെ ജൂത്തേ ബനാദോ. എനിക്ക് ഇതുകൊണ്ടൊരു ചെരുപ്പുണ്ടാക്കി തരൂ. ഹരീബാനെ സിർ ഹിലാക്കർ കഹ. ഹരീബ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, സമ്മതിച്ചു. ബനാദൂങ്ക ബഹിൻ. ഞാൻ ഉണ്ടാക്കിത്തരാം ബഹിൻ. നാപ്പ് ലേലൂം. ഞാൻ അളവെടുത്തോട്ടെ. വോ ബോലി. അപ്പോഴെന്താണ് ബേബി പറഞ്ഞത്? അരേ മേരെ പേർക്കാനഹി. എൻ്റെ കാലിനല്ല. പേർ കിസ്കേലിയേ. ഹരീബാനെ പൂച്ച. ഹരീബ ചോദിച്ചു. ഹരീബ എന്ന മോച്ചി ചോദിച്ചു, പിന്നെ ആരുടെ കാലിന് വേണ്ടിയാണ്? യിസ് പ്രശ്നക്കോ സുൻകർ. ഈ ചോദ്യം കേട്ടപ്പോൾ ബേബി ഏക്ക് ഉൽച്ചന്മേയും പടുകൈ. ബേബി ഒരു ചിന്താക്കുഴപ്പത്തിൽ, ആശയക്കുഴപ്പത്തിൽ ഉൽച്ചന്മേയും പടുകൈ പെട്ടുപോയി. ഉസ്കോ ലഗാക്കി. അവൾക്ക് തോന്നി, മാനോ അബ് സാരാ ഖേൽ, നമ്മുടെ കളികളെല്ലാം ബിഗഡിനെ ജാ രഹാധ, നശിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പോയിരിക്കുന്നു. നമ്മുടെ ആസൂത്രണമെല്ലാം പാളിപ്പോയി. അന്തുമേയും അവസാനം പ്രതീക്ഷാ കർത്തേ ഹുയേ. പ്രതീക്ഷയോടെ മോച്ചി സേ ഉസ്നെ കഹ. അവൾ മോച്ചിയോട് പറഞ്ഞു, 2 ദിൻ കെ ബാദ് ആവോ. 2 ദിവസത്തിന് ശേഷം വരൂ ഹരീബ. മൈ മാപ്പ് തൂങ്ങി. ഞാൻ അളവ് തരാം. മാപ്പ് അളവ്. ഞാൻ അളവ് തരാം. ദൂസരേ ദിൻ അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്നു. അവർ ധോടി ദേർ തക്ക്, കുറേ നേരത്തേക്ക് ഏക്കേക്ക് കർ ഡാക്ക് ദേക്കർ ചലാകയ. അല്പനേരം അയാൾ അവിടെ നിന്ന് ഓരോന്നായി കത്ത് കൊടുത്തിട്ട് പോയി. ഡാക്ക് കോ കുർസി പർ രഘുക്കർ. ആ കത്തുകൾ, തപാലുകൾ കുർസി പർ രഘുക്കർ, ആ കസേരയിൽ രഘുക്കർ വെച്ചിട്ട് ബേബി അഹാത്തേക്ക് കിനാരിയായി ആ വളപ്പിലേക്ക്, അതിനടുത്തേക്ക് എത്തി. അവർ സീട്ടിയോംസേ പടവുകളിലൂടെ നീച്ചെ ഉതർഗയി, താഴെ ഇറങ്ങി. ഫിർ ഫ്രോക്ക് കി ജേബ് സേ, ഫ്രോക്കിൻ്റെ, താനിട്ടിരുന്ന ഫ്രോക്കിൻ്റെ ജേബ് സേ, പോക്കറ്റിൽ നിന്ന്, കീശയിൽ നിന്ന്, പർക്കാർ ടേപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയില്, പർക്കാർ നിക്കാൽക്കർ പുറത്തെടുത്ത്, ജാനേ വാലേ പോസ്റ്റ്മാൻ കെ, ആ നടന്നു പോയ പോസ്റ്റ്മാൻ്റെ, പൈരോം കെ നിശാൻ, കാലുകളുടെ അടയാളം, നിശാൻ അടയാളം, നിശാൻ കാ നാബ്ജോക്ക് കിയ, അളവ് എടുത്തു. നാബ്ജോക്ക് കർണ അളവെടുക്കുക. പൈരോം കി ഗോളായി, കാലിൻ്റെ വീതിയും ആ ഉരുൾച്ചയും, ആദി കാ ടീക്ക് മാപ്പ്, അതിൻ്റെ കൃത്യമായ അളവങ്ങനെ എടുത്തു. ആ പതിഞ്ഞ കാലടിയിൽ നിന്ന് അവൾ കൃത്യമായ അളവ് തൻ്റെ ടേപ്പ് കൊണ്ട് എടുത്തു. മാപ്പിലേക്ക് അളവൊക്കെ എടുത്തിട്ട് ഫേർ അവൾ പിന്നീട് കമരേമേയും ആകയി, മുറിയിലേക്ക് വന്നു. ഹരീബ മോച്ചിക്കോ കാമില, ഹരീബ മോച്ചിക്ക് ജോലി കിട്ടി. ഇവിടെ കാം, ആന എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുക എന്ന് അർത്ഥമുണ്ട്. ഇവിടെ അവർക്കൊരു ജോലി കിട്ടി. ഉസ്നെ ഹിസാബ് സേ, അവർ ആ അളവ്, ഹിസാബ് കണക്ക്, ഹിസാബ് സേ ആ കണക്കനുസരിച്ച് ജൂത്തേ തയ്യാർക്കിയേ, ചെരുപ്പ് തയ്യാറാക്കി, ഉണ്ടാക്കി. അവർ ബേബി കോ ലാക്കർ ദേദിയെ, ബേബിക്ക് ബേബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. തബ് ഹോളി കാ തയ്യാർ മനായ ജാച്ചുകാഥ, അപ്പോഴേക്കും ഹോളിയുടെ തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞിരുന്നു, ഹോളി ആഘോഷം കഴിഞ്ഞിരുന്നു. ദോപഹർ കോ പോസ്റ്റ്മാൻ കബ ആയക, ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ വന്നപ്പോൾ
इसकी प्रतीक्षा करती हुई ബേബി ബൈഠ് ഗയി. പോസ്റ്റ്മാൻ ഉച്ചയ്ക്ക് എപ്പോഴാണ് വരുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ മുഴുകി ബേബി ഇരുന്നു. ഇസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി ബൈഠ് ഗയി. ബേബി ഇരുന്നു. ദോപഹർക്കോ പോസ്റ്റ്മാനായ. മധ്യാഹ്നത്തിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ വന്നു. അവർ ബേബിക്ക് ആനേക്ക് രാഹ് ദേഖനെ ലഗ. ബേബി വരുന്നതും കാത്തിരുന്നു. ധീരെ ധീരെ ബേബിയായി. മെല്ലെ മെല്ലെ ബേബി വരുന്നുണ്ട്. അവർ പുരാനെ അഖ്ബാർമേയും, ഒരു പഴയ അഖ്ബാർ ദിനപത്രം, ഒരു പഴയ ന്യൂസ് പേപ്പറിൽ ലിപ്പട്ട പൊതിഞ്ഞ ഏക്ക് ബണ്ടൽ, ഒരു കെട്ട്, ലേക്കർ അഹാത്തേമേ ഖടി ഹോ ഗയി. അവൾ ആ വരാന്തയിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. ഹമേഷാക്കി തരഹ്, എപ്പോഴുമുള്ളതുപോലെ ബഹ് മുസ്കുരായ. അയാൾ മുസ്കുരാന പുഞ്ചിരിക്കുക, ഇവിടെ പുഞ്ചിരിച്ചു. അവർ പത്രോങ്ക ഗഡ, തൻ്റെ തപാൽ ഉരുപ്പടികളെല്ലാം കത്തുകളുടെ കെട്ട് ഉസിനെ അയാൾ ബേബിക്ക് ഹാത്തുമേം ദേദിയ, ബേബിയുടെ കയ്യിലേക്ക് കൊടുത്തു. ബേബിനെ ടോക്ക. ബേബി ഇടയ്ക്ക് കയറി പറഞ്ഞു, അജി തുമ്നെ ഹോളിക്ക ഉപഹാർ നഹി മാങ്ക. നിങ്ങൾ ഇതുവരെയും ഹോളിയുടെ സമ്മാനമൊന്നും ചോദിച്ചില്ലല്ലോ. പോസ്റ്റ്മാനെ കഹ. പോസ്റ്റ്മാൻ പറഞ്ഞു, മാങ്കുക ബഹൻജി, ഞാൻ ചോദിച്ചോളാം സഹോദരി. സാബ്സെ വേണ്ടി നഹി ഹോ രഹി ഹേ, ഞാൻ സാറിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യഹ് സുൻതേ സുൻതേ ബേബിനെ പോസ്റ്റ്മാൻ കെ ഹാത്തുമേം ജൂത്തേ കാ ബണ്ടൽ ധമാദിയ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും ബേബിനെ പോസ്റ്റ്മാൻ കെ ഹാത്തുമേം, ബേബി പോസ്റ്റ്മാൻ്റെ കയ്യിൽ ജൂത്തേ കാ ബണ്ടിൽ, ആ ചെരുപ്പുകളുടെ പൊതി, ധമാദിയ അമർത്തി വയ്ക്കുന്നതിനാണ് ധമാദേന, കയ്യിലേക്ക് വെച്ചു. അച്ചരജിസെ ആശ്ചര്യത്തോടെയും സക്പകാക്ക് അമ്പരപ്പോടെയും ഉസ്നെ ബണ്ടൽ കോല, അയാൾ ആ പൊതി അഴിച്ചു നോക്കി, തുറന്നു നോക്കി. ഭീതർ, അതിൻ്റെ ഉള്ളിൽ, ഭീതർ അകത്ത്, ഏക് ജോഡി, ഒരു ജോഡി, സുന്ദർ ജൂത്തേധേ, സുന്ദരമായ ചെരുപ്പുകളായിരുന്നു. പോസ്റ്റ്മാൻ മൻ ഹി മൻ കഹുട, പോസ്റ്റ്മാൻ മനസ്സിൽ പറഞ്ഞു, ഇസ് ബച്ചീനെ, ഈ കുട്ടി, തോ മുച്ചേ നങ്കേ പയർക്കോ, എൻ്റെ നഗ്നമായ കാലുകൾക്ക് ജൂത്തേദിയെ, ചെരുപ്പുകൾ തന്നിരിക്കുന്നു. ഉസ്കെ പയർ നഹി ഹേ, അവൾക്ക് കാലുകളില്ല. ഓ മയും കൈസേ ദേ സകൂങ്ക, അത് ഞാൻ എങ്ങനെ അവൾക്ക് കൊടുത്തെൻ്റെ കടം തീർക്കും. കാം കഥം കർക്കെ, കഥം കർണ അവസാനിക്കുക, ദ എൻഡ്. കാം കഥം കർക്കെ, ജോലിയൊക്കെ തീർന്ന്, വഹ് സീത, അയാൾ നേരെ പോസ്റ്റ് ഓഫീസ് ഗയ, പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ബഡേ ബാബു കെ ടേബിൾ കെ സാമിനെ, ബഡേ ബാബുവിൻ്റെ, അവിടുത്തെ ഓഫീസറുടെ ടേബിൾ കെ സാമിനെ, ടേബിളിനടുത്ത് മേശയുടെ മുന്നിൽ ചെന്നിട്ട് ജാക്കർ ബോല ചെന്നിട്ട് പറഞ്ഞു, സഹബ് മേരി ലൈൻ ബദൽ ദീജിയെ. സാർ, എൻ്റെ ഈ ലൈനൊന്ന് ബദൽ ദീജിയെ, മാറ്റി തരണം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻ എനിക്ക് മാറ്റി എന്ത് ചെയ്യണം? സിറ്റി മേ കഹീം ഭി, സിറ്റിയിൽ വേറെ എവിടെയായാലും ബദലി കർ ദീജിയെ, മാറ്റി തരൂ. എനിക്കിവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ചെരുപ്പില്ലാതെ നടക്കുന്ന പോസ്റ്റ്മാൻ്റെ വേദന ഒരു കാലില്ലാത്ത ആ പെൺകുട്ടി കണ്ടു. തനിക്ക് 2 ചെരുപ്പ് തന്ന ആ കുട്ടിക്ക് പകരമായി കൊടുക്കാൻ, തനിക്കൊരു കാൽ കൊടുക്കാൻ കഴിയില്ലല്ലോ. ആ വേദന കൊണ്ടാണ് അയാൾ തൻ്റെ മേലുദ്യോഗസ്ഥനോട് ആ ലൈൻ മാറ്റിത്തരാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും പരിശോധിക്കാം. ആദ്യത്തെ സൈഡ് ക്വസ്റ്റ്യൻ, बंद दरवाज़ा खोलने में उसे थोड़ा समय लगा. दरवाजे से बाहर और हॉल को पाकर आगे आने में देर लगी. देर लगने का कारण क्या होगा? അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്ന് പുറത്തു വരാൻ അവൾക്ക് അല്പസമയമെടുക്കും. വാതിലിലൂടെ പുറത്തും അതുപോലെ തന്നെ ഹാൾ തരണം ചെയ്ത് മുന്നോട്ട് വരുന്നതിന് സമയമെടുക്കും.
ദേർ ലഗനെ കാ കാരൺ ക്യാ ഹോഗ? ഈ സമയമെടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ആൻസർ പരിശോധിക്കാം. ബേബിയേക്ക് അപാഹിജ് ലഡ്കി ഹെ. ബേബി ഒരു വികലാംഗയാണ്. ഉസ്കെ ഏക്ക് പൈർ നഹി ഹെ. അവൾക്ക് ഒരു കാലില്ല. വ ബൈസാക്കിയോങ്കെ സഹാരെ ഹി ചലത്തി ഹെ. അവൾ ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. ഇസിലിയെ ആനേമേം ദേർ ലഗി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നതിന് സമയമെടുക്കുമെന്ന് പറയുന്നത്. അടുത്തത്, ദോപകർമ്മേ ബേബിക്കോ അകേലാപ്പൻ ലഗ്ത. ബേബിക്ക് ഉച്ചയ്ക്ക് ഏകാന്തത അനുഭവപ്പെടാറുണ്ട്. ബേബി ബാഹർ നികൽ നഹീം പാത്തി. അവൾക്ക് പുറത്തു പോകാൻ കഴിയില്ല. ജോ അകേലാപ്പൻ സഹത്തെ ഹെ. അകേലാപ്പൻ ഏകാന്തത അനുഭവിക്കുന്നവർ ഹംസെ ക്യാ ക്യാ ചാഹത്തെ ഹോങ്കെ. നമ്മളിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കും? ഇത് നമ്മളുടെ ഭാവന അനുസരിച്ച് എഴുതേണ്ട ഒരു ചോദ്യമാണ്. നമുക്കെങ്ങനെ ആൻസർ എഴുതാമെന്ന് നോക്കാം. അകേലാപ്പൻ സഹിനേവാല സബ്. ഏകാന്തത സഹിക്കുന്ന എല്ലാവരും ദൂസരോങ്കി ഹാജിരി ചാഹത്തെ ഹെ. മറ്റുള്ളവരുടെ ഉപസ്ഥിതി അല്ലെങ്കിൽ ഹാജർ അല്ലെങ്കിൽ അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. ബാത്ചീത് കർണേ കെ ലിയെ സംഭാഷണം നടത്തുന്നതിന് ദോസ്തോങ്കോ ചാഹത്തെ ഹെ. അവർ കൂട്ടുകാരെ ആഗ്രഹിക്കുന്നു. ഉൻകി ആങ്കേയും അവരുടെ കണ്ണുകൾ ഹമേഷ ദൂസരോങ്കി പ്രതീക്ഷ കർത്തി രഹത്തി ഹെ. മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് ഇരിക്കും. യഹാം ബേബി കോ ഭി ഐസാ അനുഭവം ഹോത്താ ഹെ. ഇവിടെ ബേബിക്കും ഇതുപോലെ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത ചോദ്യം പരിശോധിക്കാം. ലഗ്നെ ദോ ബഹിൻ. സമയമെടുത്തോട്ടെ സഹോദരി. പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ്കി ഡാക്ക്. പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത് ആരുടെയെങ്കിലും തപാൽ ജിസ് തിസ്കെ ഹാത്ത് മേ സൗംപിനെ കാ ഹെ. അവരുടെ കൈകളിൽ ഏൽപ്പിക്കലാണ് അല്ലെങ്കിൽ എത്തിക്കലാണ്. അഹാത്തേമേ ഫേങ്കിനേക്ക നഹീം. മുറ്റത്തേക്ക് എറിയലല്ല. യഹാം പോസ്റ്റ്മാൻ കാ കോൻസ മനോഭാവ് പ്രകട ഹോത്ത ഹെ. ഇവിടെ പോസ്റ്റ്മാൻ്റെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? അതിൻ്റെ ആൻസർ നമുക്കെങ്ങനെ എഴുതാമെന്ന് നോക്കാം. സഭി വ്യക്തിക്കോ. ഓരോരുത്തരും അപ്നി നൗക്കരി അവരവരുടെ ജോലി ദായിത്വ വ ഈമാൻദാരീസെ ഉത്തരവാദിത്വത്തോടും സത്യസന്ധതയോടും കൂടി കർണി ചാഹിയെ ചെയ്യണം. ഉക്തവചൻസെ മുകളിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അപ്നെ കാം കെ പ്രതി തൻ്റെ ജോലിയോട് പോസ്റ്റ്മാൻ കാ സകാരാത്മക് മനോഭാവ് കാ ചിത്ര ഹം ദേഖ് സക്തേ ഹെ. പോസ്റ്റ്മാനുള്ള ആ നല്ല മനോഭാവം ത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പോസ്റ്റ്മാൻ ഈമാൻദാർ. ഈ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ആൾ ഈമാൻദാർ, സത്യസന്ധനും ദായിത്വ സമിച്ചകർ, തൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കിയും കാം കർണേവാല വ്യക്തി ഹെ. ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത ചോദ്യം എന്താണ്? ബേബീനെ മൻഹീമൻ നിശ്ചയിക്കുകയാക്കി. ബേബി മനസ്സിൽ തീരുമാനിച്ചു. എന്താണ്? ഉസ് പോസ്റ്റ്മാൻ കോ. ആ പോസ്റ്റ്മാനെ നങ്കേ പൈർ ചലനെ നഹി ദേഗി. ഒരിക്കലും നഗ്നവാദനായി നടക്കാൻ വിടില്ല. യഹ് തൈ കർത്തേഹി. ഈ ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ ഉസേ അവൾക്ക് സുഖദ് അനുഭൂതി ഹുയി. സുഖകരമായ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. കാരൺ ക്യാ ഹോഗ. എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഇതും നമ്മൾ സ്വന്തമായി എഴുതേണ്ട ഒരു ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പോസ്റ്റ്മാൻ ബിനാ ചപ്പൽ ചലത്താ ഹെ. പോസ്റ്റ്മാൻ ചപ്പലില്ലാതെയാണ് നടക്കുന്നത്. ബേബിക്ക് പൈർ നഹി ഹെ. ബേബിക്ക് ഒരു കാലുമില്ല. ലേക്കിൻ വഹ് നങ്കേ പൈർ ചലനെ വാലേ. എന്നാൽ അവൾ നഗ്നപാതനായി നടക്കുന്ന പോസ്റ്റ്മാൻ കി ഹാൽ പർ. പോസ്റ്റ്മാൻ്റെ ആ അവസ്ഥയിൽ ബഡി ദുഃഖി ഹെ. വലിയ ദുഃഖിതയാണ്. ബേബിനെ പോസ്റ്റ്മാൻ കി ജൂത്തേ ദേക്ക് കുഷ് കർണേക്ക നിശ്ചയിക്കുക. പോസ്റ്റ്മാന് ഒരു കത്ത് കൊടുക്കുന്നതിന് ഒരു ചപ്പൽ കൊടുക്കുന്നതിൽ കുഷ് കർണേക്ക നിശ്ചയിക്കുക. അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. ഇസ് സേഹി. ഇതുകൊണ്ട് തന്നെ വ കുഷ് ഹോ ജാതി ഹെ. അവൾക്ക് സന്തോഷമുണ്ടായി. യഹാം ബേബിക്ക് വിശാല ദിൽക്ക. ഇവിടെ ബേബിയുടെ വിശാലമായ ഹൃദയത്തിൻ്റെ പരിചയ് മിലത്താ ഹെ. ഒരു വിശാലമായ മനസ്സിൻ്റെ ഉടമയാണ് ബേബി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്ത ചോദ്യം നോക്കാം. തബ് ഹോളി കാ ത്യോഹാർ മനായ ജാ ചുകാ ഥാ. അപ്പോഴേക്കും ഹോളി ആഘോഷം കഴിഞ്ഞിരുന്നു. ഇസ് പ്രസ്താവ് കാ താത്പര്യ ക്യാ ഹെ. ഈ പ്രസ്താവന കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബേബി
ബേബി പോസ്റ്റ്മാന് ചപ്പൽ സീധേ ദേന, അത് നേരെ ഡയറക്റ്റായി കൊടുക്കുന്നതിന് നഹി ചാഹത്തി ഹെ, അവൾ ആഗ്രഹിക്കുന്നില്ല. ഉപഹാർ കെ രൂപേം, അവൾ ഒരു സംഭാവനയായി ദേനേക്ക അവസർ ടൂണ്ടത്തി ഹെ, സമ്മാനമായി കൊടുക്കാനുള്ള അവസരം അന്വേഷിച്ച് ഇരിക്കുകയായിരുന്നു. ഹോളി കെ അവസർ പേർ, ഹോളി സമയത്ത് മിത്ര ഓർ സംബന്ധി, കൂട്ടുകാരും ബന്ധുക്കളും ആപസ്മേയും പരസ്പരം ഉപഹാർ ബാണ്ട്തേ ഹെ, സംഭാവനകൾ സമ്മാനങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പർ ഹോളി കാ ത്യോഹാർ ബീത്ത് ഗയാ ഥാ, പക്ഷേ ഇവിടെ ഹോളിയുടെ ആഘോഷം ഉത്സവം കഴിഞ്ഞിരുന്നു. അർത്ഥാത് ഉപഹാർ ദേനേക്ക അസലി സമയി ജാചുക ഥാ, അതായത് സമ്മാനം കൊടുക്കേണ്ട യഥാർത്ഥ അവസരം കഴിഞ്ഞുപോയി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. സാഹബ് മേരി ലൈൻ ബദൽ ദീജിയെ, സർ എൻ്റെ ലൈൻ ഒന്ന് മാറ്റി തന്നാലും. സിറ്റി മേം കഹീം ഭീ ബദലി ദീജിയെ, ഈ സിറ്റിയിൽ വേറെ എവിടെ തന്നാലും മതി. ഐസ ക്യോം കഹാ ഹോഗ, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. ഇതും നമ്മുടെ ഭാവനയിൽ നിന്ന് എഴുതേണ്ടതാണ്. ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഗർമിക്ക് സമയമേ, വേനൽക്കാലത്ത് പോസ്റ്റ്മാൻ ചപ്പൽ കെ ബിന, പോസ്റ്റ്മാൻ ചെരുപ്പില്ലാതെ ചൽത്താഥ നടന്നിരുന്നു. യഹ് ദേക്കർ, ഇത് കണ്ടപ്പോൾ ബേബിനെ ഉസേ ഉപഹാർ കെ രൂപമേ, ബേബി അയാൾക്ക് ഒരു സംഭാവനയായി ജൂത്തേ ദിയെ, ചെരുപ്പ് കൊടുത്തു. ബേബിക്ക് ഏക്ക് പയർ നഹി ഹെ, എന്നാൽ ബേബിക്ക് ഒരു കാലില്ലാത്ത കുട്ടിയാണ്. പോസ്റ്റ്മാൻ ഉസ് അഭാവ് കി പൂർത്തീകരണമേ, എന്നാൽ പോസ്റ്റ്മാന് ആ അഭാവം പൂർത്തീകരിക്കുന്നതിന് അസമർത്ഥ ഹെ, അയാൾക്ക് സാധിക്കുകയില്ല. ഇസീ കാരൻ സേഹി, ഇക്കാരണത്താൽ തന്നെയാകാം ബഡേ ബാബുക്കെ സാമിനെ ജാക്കർ, ആ തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്ന് ഇസ് പ്രകാർ കഹോക, ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ബാക്കി പാഠഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ഓൾ ദി ബെസ്റ്റ്.